ഈ സർവകലാശാലകൾ ആരുടെയാണ്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ കയറി നോക്കണം. നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കാറുണ്ടല്ലോ. ഈ കേരള സർവകലാശാല VC-ക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി നിങ്ങൾ ഒരു വേള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കെട്ടിക്കിടക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരാ ചോദിക്കുക? സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ. ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുറംവാതിലുകളിലൂടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിനകത്ത് കൊണ്ടിരുത്തുന്നത്. എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 9 വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി NAC അക്രഡിറ്റേഷൻ 9ാമത് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. MG യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. ക്യുസാറ്റ് മുന്നിൽ വന്നു. ഇങ്ങനെ കേരളത്തിന്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSSന്റെ ഉദ്ദേശമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ രാജ്യത്ത് ഒരു മയിൽക്കുട്ടി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിന്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത RSS വർത്തമാന കാലത്ത് ഈ രാജ്യം ഉണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. 4-5 VC-മാർ സംഘപരിവാരകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. KUHSന്റെ VC-യാണ് താൽക്കാലിക VC-ആയി ഈ കേരളത്തെ കൊണ്ട് നിയമിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലികക്കാരിയെ വെക്കുന്നത്? ഒരു ചരിത്രത്തിലിടമില്ലാത്ത നിലയിൽ താൽക്കാലികക്കാരനായ ഒരു VC-ക്ക് താൽക്കാലികക്കാരിയായ ഒരു VC-യെ കൊടുത്തിരിക്കുകയാണ്. ചക്കിക്കൊത്ത ചങ്കരിയാണ് RSSകാർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്താണ് അവരിവിടെ കാണിക്കുന്നത്? ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുക. വിദ്യാർത്ഥി വിഷയങ്ങൾ VC-യുടെ മേശപ്പുറത്ത് അടഞ്ഞ കടലാസായി ഫയലുകളായിരിക്കാം. അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല, അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല. അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക. ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കി, ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമുയർത്തുന്ന SFI-ക്കാരെ കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് VC-യും VC-യുടെ രാജാവെന്ന് VC കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട VC-മാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കാം. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള കമരക്കരുത്തല്ല ഈ കേരളത്തിന്റെ സമരക്കരുത്ത് എന്ന് പറയുന്നത്. ഇന്ന് അവരതറിയുക. അതിശക്തമായ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ RSSനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും. ഇത് SFI വേഴ്സസ് ഗവർണർ സമരം. ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയും. ശിവപ്രസാദ്, സമരം ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണോ? ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ സമരം ഇന്നത്തെ സമരം നമ്മൾ ഈ നിലയിൽ മാർച്ചെടുത്തു. മറ്റന്നാൾ ഇപ്പൊ പണിമുടക്കാണ്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നാളെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള സമരത്തിലാണ്. മറ്റന്നാൾ തുടർന്നുള്ള മാർച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും തുടർന്ന് മാർച്ച് SFI നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കും. 1 ഇഞ്ച് SFI പുറകോട്ട് പോകില്ല. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ, ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പട്ടിണിപ്പാവങ്ങളുടെ, സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാം, ഒന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ SFI-ക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുന്നതിന് ഒരു സംശയം വേണ്ടതില്ല. VC എന്നത് ഈ രാജ്യത്തെ ഒരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പദവി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അല്ലാതെ രാജ്ഭവനിൽ നിന്നോ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് VC പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ 4 VC-മാർ ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചോ, നിങ്ങൾ ഇങ്ങനെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോകുന്നത് ശരിയാണോ? സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിലെ VC-മാർ മാറുക. എവിടേക്കാ പോകുന്നത്? ആരോടാണ് ഇവർക്ക് കൂറ്? ആരോടാണ് പ്രതിബദ്ധത? കേരളത്തിലെ ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്ന നല്ല ധാരണ ഇവർക്കൊക്കെ വേണം. 6 ഏക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പെട്ടിക്കകത്ത് കൊണ്ടുവന്ന പണത്തിനെടുത്തിട്ടല്ല ഇവന്മാർക്കാർക്കും ഒറ്റെണ്ണത്തിനും ശമ്പളം കൊടുക്കുന്നത്.
അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫീസിൽ നിന്നും കേരളത്തിലെ മനുഷ്യരുടെ നികുതി പണത്തിന് കൊടുക്കുന്ന ശമ്പളമാണ്. RSSന് മുന്നിൽ മുട്ടിലാണ് വൈസ് ചാൻസലർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഗവർണറാണെങ്കിൽ പ്രതിഷേധം ചാൻസലർ എന്ന് അദ്ദേഹം ഓർക്കേണ്ടത്. ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത്? അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ്. അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ നമുക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ഗോവയിൽ പോയി അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കുറെ നാൾ നടന്നതാ ആര്? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ. അങ്ങനെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രി ആവണ്ട, നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേരയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ BJP ഗോവയിലെ BJPക്കാരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കരയേണ്ടത് BJPയുടെ ഓഫീസിൽ പോയിട്ടാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാനും നമ്മൾ തീരുമാനിച്ചു. പഴയ ഗവർണർക്കെതിരെ സ്വീകരിച്ച അതേ പ്രതിഷേധം പുതിയ ഗവർണർക്കെതിരെ ഉണ്ടോ? ഇത് പഴയ ഗവർണറെന്നോ പുതിയ ഗവർണറെന്നോ എന്ന ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല. നയമാണ് പ്രശ്നം. രാജേന്ദ്ര അർലേക്കർ ഇവിടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോ SFI കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ? നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ പോയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് സമരത്തിലേക്ക് ഇറങ്ങിയത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത്, സംഘപരിക്കാൻ ശ്രമിച്ചത്, ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. ആ നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ നടപടിയിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വിദ്യാർത്ഥികൾക്കാവില്ല. കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ അങ്ങനെ കാര്യങ്ങൾ കളിക്കാൻ ഗവർണറെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. സിൻഡിക്കേറ്റ് അടക്കം പിരിച്ചുവിടുവാനുള്ള ഒരു നടപടികളിലേക്ക് ഗവർണർ പോകുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്. എല്ലാ നടപടിയും ജനാധിപത്യ വിരുദ്ധാണല്ലോ. ഒരു നടപടിയെ മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് അനാവശ്യമായി ഇത്തരം ഇടപെടൽ നടത്തുന്നത്? ചാൻസലർ എന്നത് സ്വാഭാവികമായി കേരളത്തിന്റെ നിയമസഭ അവകാശമാണ്. ഇനി ഗവർണർ പദവി തന്നെയോ? എന്താ ഗവർണർ പദവിയെ പറ്റി ഭരണഘടനയെ പറയുന്നത്? ഇറ്റ്സ് എ സെറിമോണിയൽ പോസ്റ്റ്, ഇറ്റ്സ് നോട്ട് ആൻ എക്സിക്യൂട്ടീവ് പോസ്റ്റ്. ഒരു സെറിമോണിയൽ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. സെറിമോണിയൽ പദവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആലങ്കാരികമായ പദവി എന്നാണ്. അങ്ങനെ ആലങ്കാരികമായി തനിക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് അല്ല ഗവർണർ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുന്നതാണ്. സർവകലാശാല ആസ്ഥാനത്തിനകത്തേക്ക് കയറിയുള്ള പ്രതിഷേധം, സർവകലാശാല ആസ്ഥാനത്തിന് ഓഫീസുകളിനകത്തേക്ക് കയറുന്നു, ഇതൊക്കെ കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഓൾറെഡി. സർവകലാശാല ആരുടെയാണ് മാഡം? സർവകലാശാല ആരുടെയാണ്? ഈ സർവകലാശാലകൾ ആരുടെയാണ്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ കയറി നോക്കണം. നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കാറുണ്ടല്ലോ. ഈ കേരള സർവകലാശാല VCക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി നിങ്ങൾ ഒരു വേള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കെട്ടിക്കിടക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരാ ചോദിക്കുക? ഞങ്ങൾ VCയുടെ ഓഫീസ് പ്രവർത്തിക്കാണ് തീരുമാനിച്ചത്. ആ സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി VC ഇവിടെ കേട്ടാതിരിക്കാൻ വേണ്ട സമരമാണ്. സുരക്ഷാ പ്രശ്നമൊക്കെ VC ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത് കൂടുതൽ കരുത്ത് പകരില്ല ആരോപണങ്ങൾ. എന്തിനാണ് VC പേടിക്കുന്നത്? നേരായ വഴിക്ക് ജനാധിപത്യപരമായി നീങ്ങുന്ന ഏതെങ്കിലും മനുഷ്യർ കേരളത്തിൽ പേടിക്കേണ്ട ആവശ്യമുണ്ട്? കള്ളത്തരം കാണിക്കുന്നവരും കൊള്ളക്കാരുമാണ് കേരളത്തിൽ പേടിക്കുന്നത്. അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും അല്ലെ? കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവാം ഗവർണർക്ക് VCക്ക് പേടിക്കേണ്ടി വരുന്നത്. ആ പേടി നല്ലതാ. കള്ളത്തരം കാണിക്കുന്ന VCക്ക് ഒരല്പം പേടിയൊക്കെ നല്ലത്. ആരെങ്കിലും പേടി വേണോ? വൈസ് ചാൻസലർ ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഖംമൂടി അണിച്ചാണ് നടക്കുക. മുഖംമൂടി ഊരുമ്പോ കരയും. നിങ്ങളെ കാണുമ്പോ നല്ല ധൈര്യത്തിലാണ്. നിങ്ങളോട് മാറിയിട്ട് പറയുന്നത് അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, SFIക്കാരെ ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്ന പറഞ്ഞത്. ഞങ്ങൾ ആരും ഇവരെ പൊക്കിയെടുത്തോണ്ടൊന്നും പോകാൻ പോകുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഈ VC ഒന്നും പൊക്കിയെടുത്തോണ്ട് പോകുമ്പോൾ പക്ഷേ ഞങ്ങൾ ജനാധിപത്യ സമരം ചെയ്യും. അവർ പോലീസിന് തന്നെയാണോ ഇപ്പൊ കേരളത്തിലൊക്കെ നടക്കുന്നത്? VC ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലീസിനെ വിളിക്കും. പോലീസെ ഒന്ന് കാത്തോളനെ, SFIക്കാർ അവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ അവരെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ ജനാധിപത്യപരമായ സമരത്തിന്റെ ചൂട് അവരറിയും. അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അറിയും. ഞങ്ങൾ അതിശക്തമായ സമരം നടത്തും. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഇന്ന് സമരം നിങ്ങൾ കണ്ടതല്ലേ? അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവോരങ്ങൾക്കകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർക്കത്തിന് ഉയർന്നു. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിനാണ് ഉയർക്കണം. നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലെ പൊതുവിപ്ലവ പ്രസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ വേദിയിലേക്ക് വന്നു. ഇതാണ് കേരളത്തിന്റെ മനസ്സ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുകയാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുക. അവരവരുടെ ജീവിത പ്രശ്നം കൂടിയാണ്. വിദ്യാഭ്യാസ പ്രശ്നമാണ്. അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് RSS കളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ലംഘനവും സ്റ്റാറ്റ്യൂട്ട് ലംഘനവും നടത്തിയ VC രാജിവെക്കണം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ സമരത്തിൽ